ഡാൻസ് പെർഫോമൻസ് ഗൈസ്. അങ്ങനെ നമ്മളെ ഫാമിലി എല്ലാവരുമായിട്ട് ഡാൻസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. പക്ഷെ നമ്മളെ മെയിൻ സംഭവം ചെക്കൻ്റെ പെണ്ണിന്റെ ഡാൻസ് ആണ്. അത് കോറിയോഗ്രാഫ് ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ഞാൻ ഇങ്ങനെ പഠിപ്പിച്ച് തുടങ്ങി. ആ ടൈമിൽ ആ ഫ്ലോ ഒക്കെ വേണം, ഡാൻസ് മൂവ്മെന്റിലൊക്കെ ഫ്ലോ വേണം. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഞാനായിരിക്കും കല്യാണ പെണ്ണായിട്ട് ചെക്കന്റെയും പെണ്ണിന്റെയും ഡാൻസ് കളിക്കുന്നത് മമ്മി ഓൾറെഡി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഫാമിലിയിൽ ഒരുപാട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ കൊറിയോഗ്രാഫ് ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കൊറിയോഗ്രാഫർ ആണ് ഗൈസ്. അവരിപ്പം വരും. ഇമ്മ കണ്ണടന്ന് മാറ്റോ, അതൊന്ന് മാറ്റോ കുഞ്ഞുമോളെ. കുഞ്ഞുമോളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ആദ്യം അറിയണം. എത്രയോ പഠിപ്പിച്ച് ഒപ്പനൊക്കെ കളിച്ച് സ്റ്റേജിൽ കയറിയവരുണ്ട് ഒരുപാട്. അത് ഇമ്മച്ചി ഒപ്പന ഞാൻ കളിച്ചിട്ടുണ്ട് ഒരുപാട്. ഫോട്ടോസ് വരെ നീ അല്ല ബ്രൈഡ് അല്ല എന്നെയും ബ്രൈഡിന് ഇവളല്ലേ കളിപ്പിക്കുന്നത് അല്ലേ? അതല്ലേ അങ്ങനല്ല. ബ്രൈഡിനും ഗ്രൂമിനും ഇവരൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. ഗയ്സ് എന്റെ സ്റ്റെപ്സ് പറഞ്ഞ സ്പെഷ്യൽ ഇന്നേ വരെ ആരും കാണാത്ത ടൈപ്പ് ഡാൻസ്. ആരും കാണൂല. അതാണ് ഇതില് നമുക്കൊരു ഇതിൽ നമുക്കൊരു തീരുമാനം എടുക്കണം. ഓക്കെ, ആദ്യം നീ പഠിപ്പിച്ചോട്ട്. അല്ല ആദ്യം കുഞ്ഞു ഞാൻ പറയാം. നമ്മൾ ഓണത്തിന് കോമ്പറ്റീഷൻ നടത്തിയപ്പോ അത് നിങ്ങളെ അല്ല ഞാൻ പറയട്ടെ. ലെമ്മി ഓക്കെ. ബ്രൈഡിനെയും എന്നെയും എന്റെ വൈഫിനെയും ഡാൻസ് പഠിക്കാൻ വേണ്ടിയുള്ള തല്ലാണ്. ഐ മീൻ എന്റെ ഗേൾഫ്രണ്ടിനെ ഡാൻസ് പഠിപ്പിക്കാനുള്ള ഒരു തല്ലാണ് നടന്നുകൊണ്ട്. സോ ആദ്യം കുഞ്ഞു പഠിപ്പിക്കണം, അതിന് ശേഷം നിങ്ങൾ പഠിപ്പിക്കണം. ആദ്യം കുഞ്ഞു കളിപ്പിക്കട്ടെ. ഓക്കെ, അങ്ങനെയാണ് ഇപ്പം തീരുമാനം. സോ കുഞ്ഞിന്റെ ഡാൻസ് കാണാം. ദയവ് ചെയ്ത് കൂളിംഗ് ക്ലാസ്സുകൾ എടുക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. കുഞ്ഞിന്റെ പാട്ടാട്ടോ. ഓക്കെ, ഇതാണ് എന്നെ പഠിപ്പിക്കാൻ പാടല്ലേ. ജന്തുക്കളെ മാറിക്ക്, എന്റെ ഡാൻസാ. മാറിക്ക് നീ ഷാറുഖാനോ? എന്റെ വേറെ ആരും കൊണ്ട് ഷാറുഖാനെ മുട്ടൻ തരും. മൂന്നാക്കൂടി കൈ വെച്ച് കളിക്കും. ഞാനാണ് ചെക്കൻ. മൂന്നാക്കൂടി വേണ്ടല്ലോ, ഞാൻ ചെക്കനല്ലേ. ഞാൻ പിന്നെ തമാശ മാറി. നിങ്ങൾക്ക് ഡ്യൂട്ടി തരാം. നിങ്ങൾ ക്യാമറ പിടിക്കും. ക്യാമറ പിടിച്ചാൽ മൂന്നാള് എന്താ ചെയ്ത് നോക്കിയാല് വെച്ച് പോണ തടിയല്ലേ. പാട്ട് വെക്ക്. ഓക്കെ, ഓക്കെ. നീ ക്യാമറ ഒന്ന് പിടിക്കോ മമ്മി? അനുഗ്രഹം മേടിക്കുക, ദക്ഷിണ വെക്കുക. ഒരു 500 ദക്ഷിണ വെച്ചിട്ട് 500 ദക്ഷിണ. ഇല്ല സ്നേഹം മാത്രം. അനുഗ്രഹിക്ക്. പിന്നെ അനുഗ്രഹിക്കുക. ഫസ്റ്റ് തന്നെ ഞാനാണ് ഇവിടെ ഇപ്പൊ പെണ്ണ് കേട്ടോ. അപ്പൊ ഡ്യൂട്ടിയാണ് പെണ്ണ്. അതെ. വാമപ്പ് വല്ലതും വേണ്ട, ഫുള്ളി ഫിറ്റഡ് ആണ്. ഫുള്ള് ബീഫായിരുന്നു. ഫസ്റ്റ് നമുക്ക് നീ അസൈഡിന്ന്, നീ ഒരു എൻഡിന്ന്, ബ്രൈഡ് ഒരു എൻഡിന്ന് ഇങ്ങനെ നടന്നു വരുന്നു. നീ പാട്ടൊക്കെ കണ്ടോ? എന്റെ റൊമാൻറ്റിക് സാധനം കണ്ടോ? ഓക്കെ, ഇവിടെ ഇപ്പൊ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അവിടുന്ന് തുടങ്ങിക്കോ. ഞങ്ങളെ കാണുന്നുണ്ടോ? കാലല്ല, ഇവിടുന്ന് 1 2 3. ഗയ്സ് ഇപ്പത്തെ അടുപ്പിച്ച് വരൂല കേട്ടോ. അവിടെ സ്റ്റേജ് വലുതല്ലേ, ഡിഫറൻസ് ഉണ്ടോ? നീ കൈ നോക്ക്. ഇങ്ങനെ നിവർന്ന് നിൽക്കണം. അങ്ങനല്ല. 1 2 ഇങ്ങനല്ലല്ലോ.
ഒന്നുകൂടി ഇത് ഓക്കേ, ഇനി ഇങ്ങനെ പാർട്ടി കളിച്ചോ. ആ ടൈം കഴിഞ്ഞ് കൈ കാട്ടുന്നു. സോറി, മാറിപ്പോയി കട്ട് ഈ ഷാറുഖാന്റെ pose ഇട്ടിരുന്ന കാര്യമില്ല, എനിക്ക് കൈ തരണ്ടേ. ഓക്കെ സാറേ, ട്രെയിനിങ് ആവുമ്പോ അങ്ങനെ കണ്ടാവും ചില സമയത്ത് അങ്ങോട്ട് മാറി. ഡെഫിനറ്റ്ലി ഹാപ്പി. ഞാൻ അടുത്ത സ്റ്റെപ്പ് പഠിപ്പിച്ചു തരാം. ഷാരുഖാൻ എത്ര പ്രാവശ്യം തെറ്റത്? ഞാൻ അടുത്ത സ്റ്റെപ്പ്, നീ ഇപ്പൊ പെണ്ണാണ് വിചാരിക്കുക, ഇങ്ങനെ പിടിക്കണം. ഇത് കാലിങ്ങോട്ട് വെക്ക്, ആ കാലിങ്ങോട്ട് വെച്ചോ. ഓക്കെ, ബാക്കോട് കുഴിഞ്ഞോ. വേണ്ട, നീ വേണ്ട, ഇങ്ങനെ ഇവിടെ പിടിക്കേ, ഇങ്ങനെ 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 ഇങ്ങനെ. തീരെ കാണല്ലോ. അത് ഞാൻ കാലിന് ബലം കൊടുത്തിട്ട് ഇങ്ങനെ നിക്കണോ? ഇങ്ങനെ ഉണ്ടാണോ? പക്ഷെ എങ്ങനെ ഇപ്പൊ അത് ഇങ്ങനെ മനസ്സിലായി. സംഭവം മനസ്സിലായി. അപ്പൊ കാല് വെക്കാതെ അങ്ങനെ മനസ്സിലായി. നല്ല സ്റ്റെപ്പ് അല്ലേ? അതൊക്കെ നല്ല സ്റ്റെപ്പാണ്. പിന്നെ നീ ഇങ്ങനെ ഇരിക്കണം, ഇങ്ങനെ ഇരിക്കും. ഞാൻ എന്റെ കാലിന് ഇവിടെ ചവിട്ടും, കേറി ഇങ്ങനെ നിൽക്കും. അത് വേണ്ട, ശകുന്തല ചവിട്ടി നിൽക്കണം. വേണ്ട. പിന്നെ സ്റ്റെപ്പ് സ്നേക്ക് വേണോ? നിലത്തൂടെ ഇങ്ങനെ. അതൊന്നും കല്യാണത്തിന് വേണ്ട. ക്യൂട്ട് സാധനങ്ങൾ മതി. ക്യൂട്ട് സാധനങ്ങൾ. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത ഒരു പാട്ട് ഇതാണ്. ഞാൻ പാട്ട് മാറുമെന്ന് അറിയില്ല, പക്ഷെ ഈ പാട്ട് എന്താ, ഇത് എന്റെ ഫേവറേറ്റ് സോങ് ആണ്. പക്ഷെ കുറെ ആൾക്കാർ ഇങ്ങനെ നോക്കി അങ്ങനെയാണ് നമ്മൾ ഡാൻസ് കളിക്കുക. അത് അവരൊന്നും മൈൻഡ് ചെയ്യരുത്. ക്യാമറ ഇങ്ങോട്ടല്ല, നേരെ വെക്കും പൊട്ടത്തെ. അല്ല ഇക്ക, ഇത് നിന്റെ ഡേ ആണ്. അപ്പൊ നിങ്ങൾ കളിക്കാല് ക്യാമറയിലെല്ലാം കിട്ടുള്ളൂ, നിങ്ങൾക്ക് എന്റർടൈൻമെന്റും ആവുള്ളൂ. സോ അപ്പൊ ഇതൊക്കെ നല്ല ഇതിലിങ്ങനെ പോകുന്നൊക്കെ. നീ പോകുമ്പോ ഇങ്ങനെ നീ ബാക്കിൽ കൈ വെക്കണം. ഇത്ര സ്പീഡിൽ പറ്റിയില്ല. ബ്രൈഡിന് വലിയ ഡ്രസ് ആയിരിക്കും, അപ്പൊ അതിന്റെ അനുസരിച്ച് ഇങ്ങനെ പോവാലോ. ഒന്ന് നിങ്ങൾക്ക് നല്ല സോങ്സ് ഉണ്ട് പറയാ. പിന്നെ ലവ് സ്റ്റോറി ഇട്ടാലോ? അടുത്തത് ചെക്കന്റെ വീട്ടുകാരുടെ പരിപാടി. എങ്ങട്ടാ പഠിപ്പിച്ചെടുക്കടി കുറിപ്പ്. ഏതായിരുന്നു പാട്ട് സെലക്ട് ചെയ്ത്? ഇതാണോ? ഇതല്ലേ? ഇതായിരുന്നോ? അല്ലല്ല, തുടങ്ങിയില്ല. പഠിപ്പിച്ചെടുക്ക. കൈ കിട്ടി നിക്ക്. ഇങ്ങനെ കൈ കോറിയോഗ്രാഫ്. കൈ കെട്ടി ഞങ്ങളെ നോക്കി.